അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കണ്ടന്റ് വൈസ് പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖമോ പാപം ഉപേക്ഷിക്കലോ മാത്രമല്ല, മറിച്ച് എന്താണ്, ഇവർ രണ്ടുപേരും ഈ പത്രോസും സമരിയക്കാരത്തെയും ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരും അതായത് പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറയുന്ന ഇടവേതാണെന്നറിയാവോ? കേസറിയ ഫിലിപ്പി. അതായത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗവർണറാണ്, ഇസ്രായേലിലെ ഗവർണറാണ്. കെസർ എന്ന് പറഞ്ഞ സീസർ, റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി ഭരിക്കുന്ന ടെട്രാക്കായ പ്രവിശ്യ തലവനായ ഫിലിപ്പ് ഒരു ദേവാലയം പണിതു. അതാണ് കേസറിയ ഒരു സിറ്റി പണിതിട്ട് അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയും. അതിൻ്റെ പുറത്ത് കുറേ ദേവതകളെ സൃഷ്ടിക്കുക. ആ ദേവതകളുടെ മുമ്പിൽ കേസറിയ ഫിലിപ്പിയിലാണ് ഈ പത്രോസ് വന്ന് പെടുന്നത്. അവിടെ വെച്ചാണ് കർത്താവ് ചോദിക്കുന്നത്, whom do you say that I am? Take the word of God. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവിടെയാണ് വിഷയം വന്നത്. കാര്യം ഈ ഫിലിപ്പ് ഗവർണറെ ഈ സീസറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പല വിഗ്രഹങ്ങളെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ വിഗ്രഹമുണ്ട്, പിന്നെ കുറഞ്ഞിട്ട് ചക്രവർത്തി ആരാധിക്കുന്ന ഡയാന ദേവിയുടെ വിഗ്രഹമുണ്ട്. പല വിഗ്രഹങ്ങളെ ഇങ്ങനെ ഈ മട്ടുപ്പാവൂർ ഈ കേസറിയ ഫിലിപ്പിയുടെ ക്ഷേത്രത്തിന് മുകളിലുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ഇതിന് മുമ്പ് നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, whom do you say that I am? എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ഈ ക്ഷേത്രങ്ങളുടെ മുകളിലിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഇങ്ങനെ നോക്കും. അപ്പോൾ ബറൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, അവയ്ക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, അവയ്ക്ക് ചെവി കൊണ്ട് പക്ഷെ കേൾക്കുന്നില്ല, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് ജീവനില്ല. ഇത്രയും മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒരു നെടുവീർപ്പോടെ പറയും, ഇതുപോലെയുള്ള കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ജീവനില്ലാത്ത ദൈവമല്ല നീ. യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയും, ഇതുപോലുള്ള ഒരു ദൈവമല്ല നീ. നിന്നെ ഞാൻ കണ്ടു. നീ കണ്ണിന് കാഴ്ച കൊടുക്കണേ കണ്ടു, ചെവികൾക്ക് കേൾവി കൊടുക്കണേ കണ്ടു, ഊമന സംഭാഷണ ശക്തി കൊടുക്കണേ കണ്ടു, കടലും നടക്കുന്ന കണ്ടു. നീ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന ജീവനുള്ള ദൈവമാണ്. യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവിക്കണം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ മിശിഹ പുത്രനാണ് നീ എന്ന് പറഞ്ഞ സമയത്ത് ഈശോ പറഞ്ഞു, ഇവിടെ വെച്ച് സാക്ഷരത, ഈ ക്ലാസ് അവസാനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ പ്രൊക്ലെയിം മീ മൈസെൽഫ് ആസ് എ മിശിഹ. നീ എന്നെ മിശിഹായായിട്ട് രക്ഷകനായിട്ട് ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞു. അത് നീയല്ല, അത് ഐ നോ ഇറ്റ്. അത് നീയല്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നിലൂടെ സംസാരിച്ചത്. അതാണ് നിനക്ക്. പക്ഷേ പിന്നെ ഈശോ പറയും, ഈ പറഞ്ഞത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇത് നീ അറിഞ്ഞു, അത് അനുഭവമാക്കുന്നതിന് വേണ്ടി പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. അതാണ് അതിനുശേഷം അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതിൻ്റെ താഴെയുള്ള വീടാർപ്പണ പ്രവചനം വായിച്ച് 17 താഴെയുള്ളത് 16:21. അപ്പോൾ മുതൽ ഇപ്പോൾ മുതലാണ് സംഭവിക്കുന്നത്. എന്താണ് അപ്പോൾ മുതൽ? യേശു അത് ക്രിസ്തുവാണെന്നുള്ള അറിവിൽ കൊണ്ടേ പത്രോസിനെ എത്തിച്ചു. ആ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മുതൽ
യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. രണ്ടാമത്തെ അറിയിപ്പ് തുടങ്ങുകയാണ്. ആ ക്ലാസ് മാറുകയാണ് പക്വതയിലേക്ക്. നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാൻ വേണ്ടി പറയുമ്പോൾ പക്വതയിൽ ക്രിസ്തുവിനെ നിത്യതയുടെ അച്ചാരമായിട്ട് കണ്ടെത്തിയവൻ, അതിൻ്റെ മുഴുവൻ തുക കൊടുത്താൽ മാത്രമേ ഇത് മൊത്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് മാറത്തുള്ളൂ. നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അച്ചാരം മാത്രമാണത്. അതിൻ്റെ മുഴുവൻ തുകയും കൊടുക്കണം. അതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്. കുറച്ച് ക്രിസ്തുവിനെ പ്രതി കുറച്ച് ക്ലേശങ്ങളുണ്ട്, അല്ലേ? അത് ആ ക്ലേശങ്ങൾ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം. കാര്യം നിങ്ങൾ പറയും ഉടമ്പടി എടുത്തിട്ട് 5 കാര്യങ്ങളും നടന്നു, ഭർത്താവിന് സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. ഇപ്പോൾ ഒന്നും മാറാത്ത പോലെയാണ് ഈ പന്നി പറയണത്. അതാണ് പ്രശ്നം. ഈ 5 കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 5 കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നും നടക്കാത്ത പോലെയുള്ള അളിഞ്ഞ മോന്തമായിട്ടാണ് ഇവർ കസാരം കെട്ടി എഴുന്നള്ളിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അവിടെ എൻ്റെ വിഷയം എന്ന് പറയണത് ഈ സംശയം എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു 5 കൊല്ലം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു. അത്രയും കാലമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മത്തായി 16:24 യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ? അപ്പോഴിനി അടുത്ത നടപടിയിൽ നമുക്ക് 6 കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ 3 കാര്യങ്ങൾ നടന്നിട്ട് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഓർക്കും ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന്. പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും. എന്താ നടക്കണമെന്ന് അറിയാമോ? ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ്. എന്താ അത്? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും. അതുപോലെ പരിശുദ്ധാത്മാവിന് നിത്യതയും കിട്ടും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ്, ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി. അങ്ങനെയല്ല കർത്താവേ. അപ്പം നിങ്ങളും പറയും അതുപോലെ. അങ്ങനെയല്ല, ബാക്കി എനിക്ക് മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം, പക്ഷേ സംശയം ഭർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കണത്, എന്നെയല്ലേ സംശയം. മകന് ജോലി കിട്ടി അത് കൊള്ളാം, അതിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ എങ്ങനെയും നേടിയെടുത്തുള്ളൂ, എന്നാലും സംശയമൊന്നും മാറ്റി. അപ്പോൾ നോക്കുക, അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടപ്പോഴും അപ്പോൾ അപ്പോഴും നിങ്ങളുടെ അവലാദികൾ മാറിയാൽ മതി. അപ്പോൾ അവലാതി മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്. പ്രീഡിയോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഉടനെ 10 ദിവസം മാറ്റി നിർത്തി. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 16:22. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയും പറയുമ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ പറയും അത് നടക്കാതിരിക്കട്ടെ കർത്താവേ, അത് നടക്കാതിരിക്കട്ടെ കർത്താവേ എന്ന് പറയും. ഇത് നമ്മളെല്ലാവരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. പക്ഷേ സെക്കൻഡ് ഫേസ്, എന്നെപ്പോലുള്ള ഒരു സെക്കൻഡ് ഫേസിൽ അത് നടക്കണ കർത്താവേ, നിൻ്റെ തിരുമനസ്സ് നിറവേറിയാൽ മതി, നിൻ്റെ നാമം പൂജിതമായാൽ മതി, അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞത് ഒരു രക്ഷയുമില്ലാത്തൊരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും. ഒരു വരി മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ.